ഇന്ന് വൈകുന്നേരം ചായയോടൊപ്പം കഴിക്കാൻ ബജ്ജി മുളകാണ് കേട്ടോ. രാവിലെ പച്ചക്കറി വാങ്ങിക്കാൻ പോയപ്പോൾ വിഷ്ണുവിൻ്റെ നിർബന്ധം കാരണം വാങ്ങിച്ചതാണ്. ഇപ്പോൾ ഇത് ചെയ്യുന്നതിനായിട്ട് നന്നായിട്ട് മുളക് കഴുകി ഒന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റീം ചെയ്യണം, ഒരു 2 to 3 മിനിറ്റ്സ്. വേവിച്ച മുളകിന് 2 പാതിയായിട്ട് ഞാൻ കട്ട് ചെയ്ത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ട് ഇടാം. ബജ്ജിയുടെ കോട്ടിംഗ് മാവ് പ്രിപ്പയർ ചെയ്യാൻ വന്നപ്പോൾ അത് വിഷ്ണുവിന് തന്നെ ചെയ്യണമെന്നായി ഒരേ വാശി. അവളുടെ ലീവ് ദിവസങ്ങളിൽ എനിക്ക് കിച്ചണിൽ കയറാൻ പറ്റില്ല. എല്ലാം അവൾക്ക് തന്നെ ചെയ്യണം. അത് കറക്റ്റായി ചെയ്യുമോ അതും അറിയില്ല. എല്ലാം അവൾക്ക് ചെയ്യണം, കട്ട് ചെയ്യണം, കുക്ക് ചെയ്യണം. അങ്ങനെ ഒരു ഭയങ്കര താല്പര്യമാണ് അവൾക്ക്. ഇതിൽ എന്തൊക്കെ നമ്മൾ ചേർത്തു? നമ്മൾ ഫസ്റ്റ് മാവ് ചേർത്തു, എന്നിട്ട് ഉപ്പ് ചേർത്തു, പൊടിയുപ്പ്, എന്നിട്ട് മുളക് പൊടി, എന്നിട്ട് ഇത് എന്തൊരു പെപ്പർ, ഇപ്പോൾ ഇട്ടത് എന്നിട്ട് കായപ്പൊടി. വെള്ളം ഞാൻ ഒഴിക്കും, നീ ഒഴിക്കണ്ട. ഓക്കെ, എൻ്റെ കയ്യിൽ തന്നാൽ മതി, ഞാൻ ഒഴിച്ചോളാം. അമ്മ വെള്ളം എടുത്തിട്ട് വരാം. ഓക്കെ, ഞാൻ ഒഴിച്ചാലും നീ മിക്സ് ചെയ്തുകൊണ്ടിരുന്നോ? ഞാൻ കുക്കിങ്ങിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഡെയിലി സാറ്റർഡേ സൺഡേ എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ കുക്ക് ചെയ്യും. ശരി, സാറ്റർഡേ സൺഡേ ഫുൾ ഡേ നന്നായിട്ട് മിക്സ് ചെയ്യുക. നിൽക്കുക, അല്ലെങ്കിൽ ഞാൻ മിക്സ് ചെയ്ത് തരാം. നോ പ്രോബ്ലം, ഐ വിൽ മിസ്. ചായ തണുത്തുകൂടാ? ചായ തന്നെ വീണ്ടും ഉണ്ടാക്കും. വീണ്ടും എടുത്തിട്ട് ചൂടാക്കും അല്ലേ? വീണ്ടും ചൂടാക്കും. ഇവിടെ ഞാൻ വിഷ്ണുവിന് വേണ്ടി മുളകിൻ്റെ സെൻറ്ററിലുള്ള എരിവിനെയൊക്കെ മാറ്റിയിട്ട് തനിയായിട്ടാണ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്കും ചെയ്ത് കൊടുക്കാം. കൊച്ചുകുട്ടികളെല്ലാം കഴിക്കണമെന്നുണ്ടെങ്കിൽ ആ എരിവ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് ഇത് മാത്രം ഡിപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ നല്ല സന്തോഷത്തോടെ കഴിച്ചോളും. അങ്ങനെ ഓരോരോ മുളകായിട്ട് ഇങ്ങനെ വറുത്ത് കോരി എടുത്തു. പിന്നാലെ വിഷ്ണു കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്, ഞാനിട്ടോട്ടെ എന്ന്. പിന്നെ അവൾ അത് ഡിപ്പ് ചെയ്യാൻ മാത്രമേ വിട്ടുള്ളൂ. ഞാൻ എണ്ണയിൽ പൊരിക്കാനൊന്നും വിട്ടില്ല. അതിൻ്റെ ഒരു വിഷമമുണ്ട് അവൾക്ക്. പിന്നെ അങ്ങനെ എല്ലാം ചുട്ടെടുത്ത് നമ്മളങ്ങനെ ചൂടോടെ ചായയും ബജ്ജിയായിട്ട് ഇന്നത്തെ വൈകുന്നേരം കുശാലായിരുന്നു. കൊള്ളാമോ?